എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അർഡീനോൻ്റെ സൺറോബോട്ടിക്സിൻ്റെ അർഡീനോ സൂപ്പർ സ്റ്റാർട്ടർ കിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസും മറ്റ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് വെക്കാം. അപ്പം നമുക്ക് ഈ പാക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു സൺറോബോട്ടിക്സിൻ്റെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു പേപ്പർ നമുക്ക് കിട്ടും. അപ്പം ഇതിൽ ഡൗൺലോഡ് അർഡീനോ ID എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ സൺറോബോട്ടിക്സിൻ്റെ അർഡീനോ സൂപ്പർ സ്റ്റാർട്ടർ കിറ്റിൻ്റെ ഒരു CD. ഇതിൽ ലൈബ്രറീസും യൂസർ മാനുവലും കോഡ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു USB കേബിൾ, നമ്മൾ അർഡീനോ ബോർഡും പിന്നെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു USB കേബിളും. ഇത് നമുക്ക് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട് വന്നിട്ടില്ല, അതിന് വേറെ എക്സ്റ്റൻഷൻ വാങ്ങണം. നമ്മൾ സാധാ USB ടു മൈക്രോ USB എക്സ്റ്റൻഷൻ വാങ്ങേണ്ടി വരും. പിന്നെ വേറൊരു സിപ്പ് പാക്കറ്റിൻ്റെ ഉള്ളിൽ ജമ്പർ വയേഴ്സ്, മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ മെയിൽ ടു മെയിൽ ജമ്പർ വയേഴ്സും കിട്ടുന്നുണ്ട്. ഇത് മെയിൽ ടു മെയിൽ 20 എണ്ണവും മെയിൽ ടു ഫീമെയിലും 20 എണ്ണമാണ് നമുക്ക് കേബിളുകൾ കിട്ടുന്നത്. പിന്നെ ഒരു മാഗ്നറ്റിക് റീഡ് സ്വിച്ച്, പിന്നെ 10K റെസിസ്റ്റർ 25 എണ്ണം, 220 യൂണിറ്റിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ 5 എണ്ണം, പിന്നെ സെറാമിക് കപ്പാസിറ്റർ 100 യൂണിറ്റിൻ്റെ 5 എണ്ണം, 200 ഓംസിൻ്റെ 25 റെസിസ്റ്റർ, 1K ഓം റെസിസ്റ്ററിൻ്റെ 25 എണ്ണം, പിന്നെ ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ 47 യൂണിറ്റിൻ്റെ 5 എണ്ണവും, പിന്നെ ഒരു കാർഡും, താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് അസ് എന്ന് പറഞ്ഞ് പിന്നെ റെസിസ്റ്റർ കളർ കോഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാർഡും, പിന്നെ നമ്മുടെ മെയിൻ അർഡീനോ യൂണോ ബോർഡ്. ഇതാണ് നമ്മുടെ അർഡീനോ യൂണോ ബോർഡ്. ഇതിനെപ്പറ്റി ബാക്കി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. പിന്നെ നമ്മുടെ 9 വാട്ട് ബാറ്ററിയും അർഡീനോ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ, കോമൺ ആനോഡിൻ്റെ 7 സെഗ്മെൻറ്റ് LED ഒരെണ്ണം, ഒരു 16x2 LCD ഡിസ്പ്ലേ, അതിൻ്റെ കൂടെ തന്നെ അത് വർക്കാവാനുള്ള ഒരു പൊട്ടൻഷ്യോമീറ്ററും, പിന്നെ ഒരു ബ്രെഡ് ബോർഡും. ഇത് 8.3 x 5.5 മില്ലിമീറ്ററിൻ്റെ ഒരു ബ്രെഡ് ബോർഡ്. കോമൺ ആയിട്ട് ഇതൊരു സ്മോൾ സൈസ് ബ്രെഡ് ബോർഡാണ്. പിന്നെ PRI മോഷൻ സെൻസർ, പിന്നെ ഡിസ്റ്റൻസ് അളക്കാൻ ഒരു അൾട്രാസോണിക് സെൻസർ, ഒരു ടച്ച് സ്വിച്ച് മൊഡ്യൂൾ സെൻസർ, സാധാ 3 ബട്ടൺ, സെൽഫ് ലോക്കിംഗ് ബട്ടൺ 2 എണ്ണം, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി DHT11 സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്, അത് ഒരെണ്ണം. പിന്നെ IR റിസീവർ സെൻസർ, നമ്മൾ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുമ്പം ആ റിമോട്ടിൽ ഇത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം. പിന്നെ RGB LED ലൈറ്റ്സ് 3 എണ്ണം കിട്ടുന്നുണ്ട്, ഫോട്ടോ റെസിസ്റ്റർ 2 എണ്ണം, ബ്ലൂ LED ലൈറ്റ്സ് 5 എണ്ണം കിട്ടുന്നുണ്ട്, അതേപോലെ ഗ്രീൻ LED ലൈറ്റ്സ് 5 എണ്ണം കിട്ടുന്നുണ്ട്. പിന്നെ 5 വാൾട്ടിൻ്റെ ആക്റ്റീവ് ബസർ ഒരെണ്ണം, പിന്നെ റെഡ് LED നമുക്ക് 5 എണ്ണം കിട്ടുന്നുണ്ട്, പിന്നെ ഒരു റിമോട്ടും. അപ്പം ഇനി നമുക്ക് അർഡീനോ യൂണോ ബോർഡിലേക്ക് കിടക്കാം. ഇവിടെ ആയിട്ട് കുറേ പിന്നുകൾ കാണും, അത് ഡിജിറ്റൽ പിന്നുകളാണ്. പിന്നെ ഇവിടെ കാണുന്ന പിന്നുകൾ അത്
ആദ്യത്തെ സെഗ്മെൻറ്റ് പവർ പിന്നുകളും പിന്നെ മറ്റേത് അനലോഗ് പിന്നുകളുമാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 പോർട്ടുകൾ കാണും. അതിൽ ആദ്യത്തെ പോർട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ കുത്തി വർക്ക് ചെയ്യിപ്പിക്കാനും പ്രോഗ്രാം ചെയ്യിപ്പിക്കാനും ഒക്കെയാണ്. രണ്ടാമത്തെ പോർട്ട് നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യിപ്പിക്കാനാണ്. പിന്നെ ഇവിടെ ഒരു റീസെറ്റ് സ്വിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 2-3 LED-കളും. ഇവിടെ ഓൺ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രീൻ LED-യും പിന്നെ ഇവിടെ പ്രോഗ്രാമിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ കാണിക്കുന്ന 2-3 ഓറഞ്ച് LED-കളും. അപ്പം നമുക്ക് ആദ്യം Arduinoയുടെ IDE സോഫ്റ്റ്വെയർ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ കയറുക. എന്നിട്ട് Arduino.id എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ Arduino IDE എന്നടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് സോഫ്റ്റ്വെയർ Arduino എന്ന് പറഞ്ഞൊരു ഇത് കാണും, Arduino.cc. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അത് കൂടി കയറിയാലും മതി. എന്നിട്ട് നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഹവർലി ബിൽഡ്സിലെ വിൻഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് മാക് OS ആണെങ്കിലും ലിനക്സ് ആണെങ്കിലും ഇത് ചെയ്താൽ മതി. എൻ്റെ ഇപ്പം വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് കൊടുക്കുന്നു. അപ്പം സപ്പോർട്ട് ദി Arduino IDE. അപ്പം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോന്ന് ചോദിക്കും. അപ്പം ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താലും മതി. ഡൗൺലോഡ് ചെയ്യേണ്ട സ്ഥലം എവിടെയാണോ അവിടെ സേവ് ചെയ്തിട്ട് ഡൗൺലോഡ് ആക്കുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഡൗൺലോഡ് ആക്കുന്നില്ല. എന്നിട്ട് നമ്മളൊരു സിപ്പ് ഫയലായിരിക്കും അത് എക്സ്ട്രാക്റ്റ് ചെയ്തിടുമ്പം നമുക്ക് ഇതേപോലത്തെ ഒരു ഫോൾഡർ കിട്ടും. അതിൽ Arduino എന്ന് പറഞ്ഞ ആണ് നമ്മുടെ മെയിൻ സോഫ്റ്റ്വെയർ. Arduinoയുടെ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. അപ്പം ഇതിൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ബോർഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ Arduino Uno ആണെങ്കിൽ Arduino Uno ബോർഡ് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് COM3 ആണ്. അപ്പോൾ ടൂൾസിൽ പോയിട്ട് പോർട്ട് COM3 തന്നെയാണോ നോക്കുക. ഇത് നമ്മൾ Arduinoയുടെ ബോർഡുമായിട്ട് പ്ലഗ് ചെയ്തിട്ടാൽ മാത്രമേ ഈ COM3 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുള്ളൂ. അല്ലെങ്കിൽ അടിയിൽ ഇവിടെയായിട്ട് നമുക്ക് ഓപ്ഷൻ കാണാവുന്ന ഓപ്ഷനല്ല, നമ്മൾ ഏത് ഇതിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനു മുമ്പ് നമ്മളൊരു ട്രാഫിക് ലൈറ്റ് സിസ്റ്റം എങ്ങനെ Arduino Uno ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിൻ്റെ സർക്യൂട്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോഡ് അപ്ലോഡ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടും പിന്നെ അതിൻ്റെ കോഡും ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തിട്ട് എടുക്കുക, കോഡും സർക്യൂട്ടും. അപ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ സർക്യൂട്ടൊക്കെ കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം, ആ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പം എറർ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഡൺ കമ്പൈലിംഗ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് എറർ കാണിക്കും. ഇവിടെ കോപ്പി എറർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സ്പെക്റ്റഡ് അൺക്വാളിഫൈഡ് ബിഫോർ ടോക്കൺ. ഇവിടെയുള്ള ഇതേപോലത്തെ ഈ ടോക്കൺ ഇവിടുന്ന് ഞാൻ റിമൂവ് ചെയ്തപ്പം വന്ന എററാണ്. അപ്പം ഇവിടെ കോപ്പി എറർ മെസ്സേജ് എന്നും പിന്നെ ഇവിടെ എററും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് വെരിഫൈ ചെയ്ത് എല്ലാം ശരിയാണോ എന്ന് നോക്കുക, ഒന്ന് റൺ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ആരോ മാർക്കാണ് അപ്ലോഡ് ബട്ടൺ. അത് നമ്മൾ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ബട്ടണാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ബോർഡിലേക്ക് അത് അപ്ലോഡ് ആവും. അപ്പോൾ തന്നെ നമ്മുടെ സർക്യൂട്ട് വർക്ക് ആവുന്നത് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മുടെ ഗ്രീൻ കളർ ഗോ എന്ന സിഗ്നൽ കത്തി, പിന്നെ സ്ലോ ഡൗൺ എന്ന് പറഞ്ഞ സിഗ്നലായി യെല്ലോ, അതിന് പകരം ബ്ലൂ LED ആണ് ഉപയോഗിച്ചത്. ബ്ലൂ LED കത്തി. അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ റെഡ് LED കത്തി.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.